ഇതൊരു പ്രശ്നമുള്ളത് 2002 വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ബേസായിട്ട് എടുക്കുന്നത്. എന്തിനാണ് അതെടുക്കുന്നത്? നോർമലി നമുക്ക് നേരത്തെ അറിയാം, വോട്ടർ ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ പ്രക്രിയയാണ്. വളരെ ലളിതമായ പ്രക്രിയയിലൂടെ നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ്. അതെ, ചേർക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നേരത്തെ 2002 ഇത് നടപ്പാക്കുന്നതിന് ഒരു കാരണം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. 2002 ഈ പരിപാടി അവസാനം നടന്നതാണ്. അന്നെന്താ പരിപാടി നടന്നത്? എല്ലാ തവണയും ഓരോ വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ വീടുകളിൽ ഉദ്യോഗസ്ഥർ വന്ന് എന്യൂമറേഷൻ നടത്തും. എന്യൂമറേഷൻ നടത്തിയാണ് വോട്ടർ പട്ടിക പേര് ചേർക്കൽ. ഒരു വീട്ടിൽ വന്നിട്ട് നിലവിലുള്ള പേരുകൾ വായിക്കും. ആ ആളുകൾ മരിച്ചു പോയിട്ടുള്ളവരുടെ പേരുണ്ടെങ്കിൽ വെട്ടും, പുതിയ 18 വയസ്സ് പൂർത്തിയായവരുടെ പേര് ചേർക്കും. രേഖകളെല്ലാം ഉണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ പരിശോധിക്കുകയാണ് ചെയ്തിട്ടാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അംഗീകരിച്ചാണ് വോട്ടർ പട്ടിക വരുന്നത്. വളരെ സിമ്പിൾ പ്രക്രിയയാണ്. ഇനി അതിൽ ചേർക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാത്രം താലൂക്ക് ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്ത് ചേർക്കുകയാണ് 2002 വരെ നടന്നത്. അതിനൊക്കെ ശേഷമാണ് BLO സംവിധാനം മറ്റു കാര്യങ്ങളുമൊക്കെ വരികയും ഓൺലൈനിലൂടെ വോട്ടർ പട്ടികയിൽ ചേർക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലളിതമായ പ്രക്രിയ വന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 2002 വോട്ടർ പട്ടികയാക്കുന്നതിനാണ് 2025 വോട്ടർ പട്ടിക ബേസ് ചെയ്തിട്ട് നടത്തിയാൽ പോരെ? ഇപ്പോൾ 24 ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുൻപ് അതെ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വെട്ടിമാറ്റാനും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭേദഗതികൾക്കൊക്കെ അവസരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ശരിക്കും